ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ പോലീസിന് വീണ്ടും വട്ടം ചുറ്റിക്കുകയാണ് പ്രതി ഹരികുമാർ. അയാൾ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിനെ കൊന്നത് സ്വന്തം അമ്മ ശ്രീതു തന്നെയെന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വെളിപ്പെടുത്തൽ. കൊലപാതക കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾ ജയിൽ സന്ദർശിക്കാനെത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരോട് താനല്ല കൊലപാതകം ചെയ്യുന്നതെന്ന് പറയുന്നത് സിനിമയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സമാന സംഭവം ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതക കേസിലും ഉണ്ടായിരിക്കുകയാണ്. ജയിൽ സന്ദർശിക്കാനെത്തിയ റൂറൽ SP സുദർശനോട് ഹരികുമാർ വെളിപ്പെടുത്തി താനല്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന്. നാലര മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2025 ജനുവരി 30-ാം തീയതിയാണ് ബാലരാമപുരത്ത് നിന്ന് 2 വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ള വാർത്ത പുറം ലോകം അറിയുന്നത്. പോലീസ് എത്തി തിരച്ചിൽ നടത്തി. കുട്ടിയുടെ മൃതദേഹം വീട്ടിലെ കിണറ്റിൽ നിന്ന് തന്നെ അവസാനം കണ്ടെത്തി. കൊലപാതകത്തിലെ ഏക പ്രതി കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ മാത്രമാണ് എന്ന് കരുതിയ സംഭവത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ സ്വന്തം സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിന് കുഞ്ഞി തടസ്സമെന്ന് കണ്ടെത്തി കൊന്നെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഹരികുമാറിനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് നിർണായകമായ മൊഴി വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3 ആഴ്ച മുൻപ് തിരുവനന്തപുരം റൂറൽ SP സുദർശൻ ജയിൽ സന്ദർശിക്കാനെത്തിയപ്പോൾ ഹരികുമാർ SP യെ കാണാനെത്തി. കുഞ്ഞിനെ കൊന്നത് താനല്ലെന്നും സഹോദരി ശ്രീതു ആണെന്നും പുതിയതായി വെളിപ്പെടുത്തി. തന്നെ കൊടുക്കാനുള്ള നീക്കമാണ് ശ്രീതു നടത്തിയതെന്നും അയാൾ അവകാശപ്പെട്ടു. ഇതിനുശേഷം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലും ഹരികുമാർ ഇക്കാര്യം ആവർത്തിച്ചു. എന്നാൽ മൊഴിയിൽ പല പൊരുത്തക്കേടുകളുമുണ്ട്. ഇതോടെയാണ് ഹരികുമാറിനെയും ശ്രീതുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചത്. നേരത്തെ ദേവേന്ദുവിന്റെ അച്ഛനും ശ്രീതുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും ആദ്യ അന്വേഷണത്തിൽ ശ്രീതുവിനെതിരെ തെളിവൊന്നും ലഭിച്ചിരുന്നില്ല. നിലവിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതുവും ജയിലിലാണ്. അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്നതാണ് ഹരികുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ശ്രീതു നുണപരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഹരികുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘവും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.